50 നോമ്പിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം അനുവദനീയമാണോ? പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ശബരിമലയ്ക്ക് പോകുന്ന ഹൈന്ദവ സഹോദരങ്ങൾ നോമ്പെടുക്കുമ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ കാണാൻ പോവുക എന്നുള്ള അർത്ഥത്തിൽ അവർ ദാമ്പത്യ ബന്ധത്തിന് നോമ്പെടുക്കുന്നത് കാണാറുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലുള്ള ക്രൈസ്തവരും 50 നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ദാമ്പത്യ ബന്ധത്തിന് നോമ്പ് വേണ്ടേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതിനെപ്പറ്റി വ്യക്തമായൊരു പ്രബോധനം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമേ പറയട്ടെ, നമ്മൾ നോമ്പെടുക്കുന്നത് എന്തിനാണെന്നുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. നമ്മൾ നോമ്പെടുക്കുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് നാം നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുവാൻ, തിന്മയുടെ ശക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനം ലഭിക്കുന്നതിന് വേണ്ടി പരിത്യാഗ പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയാണ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന കൊണ്ടോ ഉപവാസം കൊണ്ടല്ലാതെ ഈ വക ഒന്നും പുറത്തു പോവുകയില്ല എന്ന്. പൈശാചിക ബാധയെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി, ശക്തി ലഭിക്കാൻ വേണ്ടി ശിഷ്യന്മാരോട് യേശു പറഞ്ഞ ഉപദേശമാണ്. അപ്പോൾ നമ്മൾ ഈ പരിത്യാഗ പ്രവൃത്തികളിലേക്ക് കടന്നു ചെല്ലുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തഴക്കദോഷങ്ങളാകുന്ന പാപങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള ശക്തി ലഭിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യമാംസാദികൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മിഠായി, ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പരിത്യാഗ പ്രവൃത്തിയിലൂടെ പ്രവേശിക്കുന്നത് 50 നോമ്പിൽ ഏറ്റവും ഉചിതമായ വസ്തുതയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഏറ്റവും മനസ്സിന് ഇണങ്ങിയതും സന്തോഷകരമായ ഒരു വസ്തുതയാകയാൽ അവയെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പരിത്യാഗ പ്രവൃത്തി ചെയ്യുക എന്നൊരു ശീലം സഭയിൽ ഉണ്ടോ എന്നാണ്. അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നത് പാപമാകുമോ, അത് ചെയ്യാതിരിക്കുന്നതാണോ പാപം എന്നുള്ളൊരു സംശയമാണ് പലരുടെയും ഉള്ളിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന് ആദ്യം തന്നെ വ്യക്തമായൊരു ഉത്തരം പറയുകയാണ്. പിന്നെ അതിൻ്റെ ചരിത്രം പറയാം, പിന്നെ അതിൻ്റെ ബിബ്ലിക്കൽ ചരിത്രവും പറയാം. ആദ്യമേ അതിൻ്റെ ഉത്തരം ഇതാണ്: ഭാര്യയുടെ അനുവാദമില്ലാതെ ഭർത്താവിനോ, ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ഭാര്യയ്ക്കോ ഇത്തരം ഒരു നോമ്പ് എടുക്കുവാൻ അനുവാദമില്ല. പിന്നെ അടുത്ത് അറിയേണ്ട കാര്യം, ഈ ഒരു നോമ്പ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം എടുക്കുകയും അതിനുശേഷം ആ നോമ്പിൽ നിന്ന് പിൻവലിയുകയും വേണം. ഇപ്രകാരം എവിടെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം പഠിക്കാം. വിശുദ്ധ പൗലോസ് കോറിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാം അധ്യായത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കോറിന്തോസിലെ സഭയ്ക്ക് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അത് ഇപ്രകാരം നമുക്ക് വായിക്കാം: ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം, അതുപോലെ തന്നെ ഭാര്യയും. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ഇതൊരു ആനുകൂല്യമായിട്ടാണ് ഞാൻ പറയുന്നത്, കൽപ്പനയായിട്ടല്ല. ഇതാണ് സഭ നൽകുന്ന, വിശുദ്ധ പൗലോസ് വചനങ്ങളിലൂടെ നൽകുന്ന ഈ ഒരു വിഷയത്തിന്മേലുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് ഭാര്യയും ഭർത്താവും അവരുടെ ശരീരത്തിന്മേൽ അധികാരം പരസ്പരം പങ്കുവെക്കുന്നതാണ് വിവാഹം എന്ന കുദാശയിലൂടെ സംഭവിക്കുന്നത്. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ശരീരത്തിന്മേൽ എനിക്കാണ് അവകാശം എന്ന് പറയുന്ന സ്ത്രീയുടെ വാക്കുകൾ, അല്ലെങ്കിൽ സ്ത്രീ ശരീരം എൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് പറയുന്ന പുരുഷന്റെയും വാക്കുകൾ നമുക്ക് കേൾക്കാം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ശരീരം എന്ന നിലയിൽ, ദൈവത്തിന്റെ ആലയം എന്ന നിലയിലുള്ള അധികാരത്തെക്കുറിച്ചാണ് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ പരസ്പരം കൊടുക്കേണ്ട ശരീരത്തിന്മേലുള്ള അധികാരത്തെക്കുറിച്ചാണ് വചനം ഇവിടെ പറയുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ വിവാഹം എന്ന കുദാശ, ദാമ്പത്യ ധർമ്മം എന്ന് പറയുന്നതിന്റെ വിശുദ്ധി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് പാപകരമായ ഒരു വസ്തുതയല്ല. ദാമ്പത്യ ധർമ്മം നിർവഹിക്കുക, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ധർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത്
പാപകരമായ ഒരു വസ്തുതയല്ല എന്നുള്ള കാര്യം വ്യക്തമായി സഭ പഠിപ്പിക്കുന്നുണ്ട്. മറിച്ച് പരിശുദ്ധ തൃത്വത്തിന്റെ സൃഷ്ടികർമ്മത്തിലെ പങ്കാളിത്തം മനുഷ്യന് നൽകിയിരിക്കുന്നതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ധർമ്മത്തിന്റെ അടിസ്ഥാനം. പരിശുദ്ധ തൃത്വം എങ്ങനെയാണോ അങ്ങനെ തന്നെ മനുഷ്യനുമായിരിക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് പുരുഷന് ഭാര്യയെ നൽകിയിരിക്കുന്നത്. അത് ആ ഏതോ തോട്ടത്തിൽ ആകത്തോട് ദൈവം പറയുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ആകത്തോട് പറയുകയാണ്, പുരുഷൻ ഏകനായിരിക്കും നന്നല്ല, അതുകൊണ്ട് ഞാൻ ഒരു ചേർന്ന ഇണയെ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അവരിത് തന്നെ ഒരു സ്ത്രീയെ ജനിപ്പിച്ച് സ്ത്രീയും പുരുഷനും ഒന്നാക്കിക്കൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന മാതൃക എന്ന് പറയുന്നത് ദൈവം ഏകനാണെങ്കിലും ഏകാന്തനല്ല ആണ് വചനം പറയാ. സഭയുടെ ദൈവശാസ്ത്രം പറയുന്നത് ദൈവം ഏകനാണ്, ഏകാന്തനല്ല എന്ന് പറഞ്ഞാൽ ദൈവം ഏകനാണ്, എന്നാൽ അവർ 3 പേരുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇപ്രകാരമുള്ള ഒരു തൃത്വം കുടുംബജീവിതത്തിൽ പതിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യനെയും ഏകനാകാൻ വിടാതെ ഏകാന്തനാകാതെ അവർ ചേർന്ന് ഇണയെ നൽകിയിരിക്കുന്നത്. ഒരു കുടുംബം എന്ന് പറയുന്നത് ഭാര്യ, ഭർത്താവ്, കൂടെ കർത്താവും ചേർന്നതാണ്. അതാണ് കുടുംബം. അതുകൊണ്ട് തന്നെ ദൈവം എന്താണോ സൃഷ്ടികർമ്മത്തിന് എങ്ങനെയാണോ സ്നേഹിച്ചത്, പിതാവ് പുത്രനെ പരിശുദ്ധാത്മാവിൽ സ്നേഹിച്ച് ഒന്നാകുന്നതിൻ്റെ അനന്തരഫലമാണ് പ്രപഞ്ച സൃഷ്ടി. അതുപോലെ തന്നെ ആ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കാളിത്തം മനുഷ്യനെ ലഭിക്കാൻ വേണ്ടിയാണ് ദൈവം ഭാര്യയും ഭർത്താവും കർത്താവും ചേർന്നുള്ള ആ സ്നേഹത്തിന്റെ ദാമ്പത്യ ധർമ്മത്തിന്റെ പരിണത ഫലമാണ് കുഞ്ഞുങ്ങൾ എന്ന മനോഹരമായ കാഴ്ചപ്പാട് കർത്താവ് മനുഷ്യന്റെ കുടുംബത്തിൽ പകർത്തിയതാണ് ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത്. അതായത് ലൈംഗികത എന്ന് പറയുന്നത് ഒരു പാപമല്ല, മറിച്ച് ദൈവത്തിലുള്ള പ്രവൃത്തിയാണ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണ്, കർത്താവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവുമാണ്, കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കാളിത്തമാണ്. അതിൽ 2 ലക്ഷ്യങ്ങളുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പരമായ സ്നേഹം, രണ്ടാമത് അതിൻ്റെ പരിണിതപരമായി ഉണ്ടാകുന്ന ജീവന്റെ തുടിപ്പതായ കുഞ്ഞുങ്ങൾ. ഇത് രണ്ടുമാണ് ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹത്തെ, ദാമ്പത്യ ബന്ധത്തെ പാപമാണെന്ന് കരുതുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ പാടില്ലാത്തൊരു വസ്തുതയാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് പലപ്പോഴും ദാമ്പത്യ ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാരിൽ ചിന്തകൾ ഉണ്ടാകുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. വിശുദ്ധ പൗലോസ് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറയുകയാണ്, ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിനാണ് അധികാരം. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യയ്ക്ക് ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്ന നോമ്പ് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഭാര്യയുടെ അധികാര പരിധിയിലുള്ളതാണ് ഭർത്താവിന്റെ ശരീരം. അതുകൊണ്ട് ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവിനും ഈ നോമ്പ് എടുക്കുവാൻ അധികാരമില്ല. മാത്രമല്ല, ഇപ്രകാരം എടുക്കുന്ന ഒരു നോമ്പിന് പ്രത്യേക കാലയളവ് വരെ മാത്രമേ പാടൂ എന്ന് വളരെ വ്യക്തമായി പൗലോസ് പറഞ്ഞിരിക്കുക. ഈ കാലയളവിന് ശേഷം അവർ ഒന്നായി തീരണം. ഒന്നായി തീർന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നായി തീർന്നില്ലെങ്കിൽ ഇവർക്കിടയിൽ പാപം കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പാപം കടന്നു വരുന്ന പറയുമ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നായി തീരാത്തത് കൊണ്ട് ഭാര്യയ്ക്ക് മറ്റു ബന്ധങ്ങളോ ഭർത്താവിന് വേറെ ബന്ധങ്ങളോ ഉണ്ടാവുക എന്നത് മാത്രമല്ല പാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇവർക്കിടയിലുള്ള ജീവിതത്തിൽ ഭാര്യയുടെ മേൽ ഭർത്താവിനും ഭർത്താവിൻ്റെ മേൽ ഭാര്യയ്ക്കും സ്വാധീനം വർദ്ധിക്കും എന്നുള്ള വസ്തുത കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകിൽ ഭർത്താവിൻ്റെ അടിമയായി ഭാര്യ മാറുകയോ അല്ലെങ്കിൽ ഭാര്യയുടെ അടിമയായി ഭർത്താവ് മാറുകയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഇപ്രകാരമുള്ള വിരക്തിയുടെ ഫലമാണ്. ഒന്നാക്കപ്പെടുമ്പോഴാണ് ഇവർ തമ്മിൽ സമത്വം ഉണ്ടാവുന്ന ഒരു വസ്തുത കൂടി മനസ്സിലാക്കണം. ഇനി ബൈബിൾ ഇതെങ്ങനെ കാണുന്നു എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിൽ ബ്രഹ്മചര്യം എടുക്കുക, കന്യകാവ്രതം എടുക്കുക എന്ന് പറയുന്ന വ്രതം യഹൂദന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. യഹൂദന്മാർ ഇത് അനുഷ്ഠിച്ചിരുന്നത് നാസിർ വ്രതക്കാരനായിക്കൊണ്ട് പുരുഷന്മാരും കന്യകകൾ എന്ന പേരിൽ സ്ത്രീകളുമായിക്കൊണ്ടാണ് ഇപ്രകാരം അവർ ആചരിച്ചിരുന്നത്. ഇപ്രകാരമുള്ള സ്ത്രീ പുരുഷന്മാർ വിവാഹിതർ ആകാതിരിക്കുകയോ വിവാഹം ചെയ്യുകയാണെങ്കിൽ സ്വന്തം സഹോദരങ്ങളെ വിവാഹം ചെയ്യുകയോ ചെയ്യും. അത് ഏറ്റവും അടുത്ത കസിനാണ് അവർ വിവാഹം കഴിക്കുക.
പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ സംഗീത പുസ്തകം 30-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഒരുവൾ തന്റെ ശരീരത്തെ കടപ്പെടുത്തുവാൻ, ദൈവത്തിന് സ്വന്തം ശരീരത്തെ കടപ്പെടുത്താൻ ആഗ്രഹിച്ചാൽ അവളുടെ പിതാവിനോട് പറയണം. പിതാവ് സമ്മതിച്ചാൽ മാത്രമേ അവൾക്ക് ഈ വ്രതം മുന്നോട്ട് കൊണ്ടുപോകാൻ അധികാരമുള്ളൂ. മാത്രമല്ല, അവൾ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചാൽ ആ വിവാഹിതനാകുമ്പോൾ ആ ഭർത്താവിന്റെ അനുവാദം ഒരു ദിവസത്തിനകം ലഭിച്ചാൽ മാത്രമേ ഈ വ്രതം മുന്നോട്ട് പോവുകയുള്ളൂ. ഭർത്താവ് സമ്മതിക്കുകയാണെങ്കിൽ അവൾ ജീവിതകാലം മുഴുവൻ കന്യകയായിരിക്കും. ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ബഹുഭാര്യത്വം എന്ന് പറയുന്ന വിഷയമുണ്ട്. ഒരു സഹോദരിയെ ഭാര്യയായി അവർ കരുതുകയും അതിനൊപ്പം തന്നെ വേറെ സ്ത്രീകളെ ഭാര്യമാരാക്കുകയും ചെയ്യും എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇപ്രകാരമുള്ള കന്യകകൾ ബൈബിളിലുണ്ട്. അതിന് ഉദാഹരണമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ജാഫ്ത തൻ്റെ മകളെ ബലിയർപ്പിക്കുമ്പോൾ തൻ്റെ കന്യകാത്വത്തെ പ്രതി അവൾ വിലപിക്കുവാനായി 1 മാസം കർത്താവിന്റെ മലയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അനുവാദം ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്രകാരം കന്യകകളുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൽ പരിശുദ്ധ കന്യാമറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് കന്യക എന്ന വാക്കുകൊണ്ടാണ്. ദൂതൻ ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയുടെ അടുത്തേക്ക് കടന്നു ചെന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയും ഉദ്ദേശിക്കുന്ന കന്യക എന്ന് പറയുന്നത് പുരുഷനെ അറിയാത്ത കന്യകയാണ്. മറിയം തന്നെ അത് ദൂതനോട് പറയുന്നുണ്ട്, ഞാൻ പുരുഷൻ അറിയുന്നില്ലല്ലോ എന്നുള്ള കാര്യം. ഇപ്രകാരമുള്ള ആചാരം, അതായത് വിവാഹം കഴിക്കാതെ കന്യകാവ്രതം അല്ലെങ്കിൽ ബ്രഹ്മചര്യം എടുക്കുന്ന സ്ത്രീ പുരുഷന്മാർ യഹൂദന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് വിവാഹത്തിന് പുറത്തായൊരു വിഷയമായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ സഭയിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു തലമുണ്ട്. അത് ഏകഭാരിത്വം എന്ന് പറയുന്നൊരു വ്രതമാണ്, ഒരു വിഷയമാണ്. കാരണം യഹൂദന്മാർക്കിടയിൽ ഏകഭാരിത്വമില്ല, ബഹുഭാരിത്വമുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികൾക്കിടയിൽ ഏകഭാരിത്വം മാത്രമേ ഉള്ളൂ. ക്രിസ്തു ഒരു വിവാഹത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും മാത്രമേ അനുവാദം നൽകിയിട്ടുള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് 7-ാം അധ്യായത്തിൽ എഴുതിയ, നമ്മൾ വായിച്ചു കേട്ട ഈ അധ്യായത്തിലെ 36-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാർ എങ്ങനെയാണോ കന്യകകളെ സംരക്ഷിച്ചിരുന്നത്, സഹോദരിമാർ വിവാഹം കഴിച്ചുകൊണ്ട് അവർ സംരക്ഷിച്ചിരുന്നെങ്കിൽ ആ കന്യകകളെ കാത്തു സൂക്ഷിക്കേണ്ട കടമയെക്കുറിച്ചും, എന്നാൽ ആത്മസംയമനം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ കന്യകകളുമായി വിവാഹം കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭിപ്രായം വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് 7-ാം അധ്യായം 36-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 7-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കും. അതിൻ്റെ പിന്നീടുള്ള ഒരു വളർച്ച എന്ന് പറയുന്നതാണ് ഇന്ന് നാം കാണുന്ന കന്യാസ്ത്രീ മഠങ്ങൾ, അതുപോലെ സന്യാസ വൈദികർ. അവർ പരസ്പരം സന്യാസികളായ വ്യക്തികൾ, ബ്രഹ്മചര്യമനുഷ്ഠിക്കുന്ന പുരുഷന്മാരും ബ്രഹ്മചര്യമനുഷ്ഠിക്കുന്ന സ്ത്രീകളും ഒരുമിച്ച് അവരെ പുരുഷന്മാരുടെ ആശ്രമത്തിലും സ്ത്രീകൾ മഠത്തിലുമായിരിക്കുക എന്ന അവസ്ഥയിലേക്ക് പിന്നീട് കാലക്രമേണ മാറുകയാണ് ഉണ്ടായത്. അപ്പോഴും വിവാഹം കഴിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് പൗലോസ് എഴുതിയ വചനങ്ങളിൽ നമ്മൾ കണ്ടു, അവർ വിവാഹിതരാകുകയാണെങ്കിൽ, വിവാഹം ചെയ്താൽ ഭാര്യ ഭർത്താക്കന്മാർ ദാമ്പത്യ ധർമ്മം അനുഷ്ഠിക്കണം എന്നുള്ളൊരു നിർബന്ധം അവർ വ്യക്തമായി പൗലോസ് നൽകുന്നുണ്ട്. ഇതുതന്നെയാണ് സഭയുടെ ഉത്തരവാദിത്തമായ ദാമ്പത്യ ധർമ്മത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ കടമയും. ഭാര്യയും ഭർത്താവും ഇന്നു മുതൽ മരണം വരെ എന്നാണ് പറയുന്നത്. അത് പ്രത്യേക കാലഘട്ടം വരെ എന്നല്ല ഭാര്യ ഭർത്താവായിരിക്കും എന്ന് പറയുന്നത്. ഭാര്യയും ഭർത്താവ് ഇന്നു മുതൽ മരണം വരെയാണ് നാം ദൈവസന്നിധിയിൽ ദൈവവചനം തൊട്ട് സുവിശേഷം സാക്ഷിയാക്കി പ്രതിജ്ഞ എടുക്കുക എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. എന്നാൽ സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അനേകം വിശുദ്ധർ, അനേകം ആളുകൾ തങ്ങളുടെ പരിത്യാഗ പ്രവൃത്തിയുടെ ഭാഗമായി ബ്രഹ്മചര്യം അനുഷ്ഠിക്കാനും കന്യകാവ്രതം എടുക്കുവാനുമെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ദമ്പതികൾ തന്നെ മുന്നോട്ട് പോകുന്നൊരു ചരിത്രം നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ വത്തിക്കാൻ കൗൺസിൽ അതുപോലെ സഭയുടെ പ്രബോധന രേഖകളും വളരെ വ്യക്തമായി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തെ പാപമായിട്ടല്ല, മറിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിനുള്ള പങ്കാളിത്തമായും അതിൻ്റെ നന്മയുടെ പൂർണ്ണതയായുമാണ് കാണുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഈ വ്രതം എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ചു കാലത്തേക്ക് പ്രാർത്ഥനയുടെ ഭാഗമായോ പരിത്യാഗത്തിന്റെ ഭാഗമായോ ഈ വ്രതം എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കുറച്ച് നാളുകൾ, പ്രാർത്ഥനയുടെ നാളുകൾ കഴിഞ്ഞാൽ അവർ വീണ്ടും
ഒന്നായി തീരണമെന്ന് പൗലോസ് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒന്നായി തീരാത്തോളം കാലം അവർക്കിടയിൽ പിശാച് അവസരം കണ്ടെത്തുവാൻ മറ്റു പല രീതിയിലും ക്രൈസ്തവ സുവിശേഷത്തിന് വിരുദ്ധമായ രീതിയിലുള്ള അവസരം കണ്ടെത്തുവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്നും അറിയണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.